ഹലോ, അസ്സലാമു അലൈക്കും. ഇതുപോലെ നെയ്യുള്ള ചൂര കിട്ടുമ്പോഴത്തേക്കും നമുക്കതിനെ കുരുമുളകൊക്കെ ഇട്ട് നല്ല കോട്ടയം സ്റ്റൈലിൽ വെക്കാം. അതിന് ആദ്യം മീൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് കഴുകി എടുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ മണ്ടയിൽ ഇതുപോലെ നെയ്യ് തെളിഞ്ഞിരിക്കും. ഇങ്ങനത്തെ മീനാണ് കുടംപുളിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് ആദ്യം ഓയിൽ വീത്തി അതിലേക്ക് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കടുകൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോഴത്തേക്കും കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനു മുമ്പ് ഞാൻ ഒരു ചൂര വെക്കുന്ന കറി ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ്. നെയ്യുള്ള ചൂര ഇട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കാറ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, മാഷാ അല്ലാ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകും പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുകൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും അതെല്ലാം കഴിഞ്ഞിപ്പം ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചതെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ചതയില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ഇതേപോലെ ഇട്ട് വഴറ്റി കൊടുക്കുക. അതിനോടൊപ്പം കുറച്ച് ഉപ്പുകൂടി ചേർക്കണം കേട്ടോ. ഞാൻ കൊച്ചുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇളക്കി അടി പിടിക്കരുത്. ഇതിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി നിൽക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ സവാള കൂടി ഇടുന്നതാണ് ഇഷ്ടം. സാധാരണ ഈ കറി വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ കുഞ്ഞുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ സവാളയും കൂടി ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളിയുടെ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ 2 കുടംപുളി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി കഴുകി വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കുക. ഇതവിടെ ഇരുന്ന് കുതിർന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പിടി കുരുമുളക് എടുക്കാം. കുരുമുളകിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാൻ ഉള്ളിയിലോട്ട് കൂടി ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇട്ടില്ലല്ലോ. ഇനി ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഈ സവാളയും ഇതെല്ലാം കൂടെ വഴണ്ട് വന്നതിൽ നടുക്ക് കുഴി കുത്തി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മറിക്കുക. ഞാൻ മീനിടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡായിട്ടില്ലായിരുന്നു. റെക്കോർഡ് ചെയ്യാതെയാണ് എടുത്തു വെച്ചിരുന്നത്. അതുകൊണ്ട് എന്താ തൽക്കാലം ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, ഇനി ഇതിനെ അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കണം. അപ്പോഴത്തേക്കും എന്തായി 2-3 കരിവേപ്പില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്കാണ് കേട്ടോ.
അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് അയ്യോ ഞാൻ ഉപ്പ് നോക്കാൻ മറന്നുപോയല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് തുറന്നൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകമാണെങ്കിൽ അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കാം. ഇപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നെയ്യുള്ള മീനായിരുന്നുകൊണ്ട് കണ്ടോ അതിൻ്റെ നെയ്യൊക്കെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നേ. ഞാൻ ഈ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ കണ്ടോ, അപ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.